ഏകദേശം 8 മാസം മുന്നേ നടന്ന ഡ്രസ് മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. സാങ്കേതിക തകരാറുകൾ മൂലം ഇപ്പോഴെങ്കിലും അപ്ലോഡ് ആക്കാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാഹ്. അതെ ഗൈസ്, എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹിന് അവൻ്റെ പെണ്ണിന് വേണ്ടി ചെയ്ത ഡ്രസ് മേക്കിംഗ് ആണിത്. അപ്ലോഡ് ചെയ്യാൻ 8 മാസം പിടിച്ചെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനാകെ 14 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മാക്ക് ബ്രൈഡ് നല്ല ഗോൾഡൻ തീമിൽ മൊഞ്ചത്തി ആവാനായിരുന്നു ആഗ്രഹം. ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ, നമ്മൾ തട്ടിക്കളയാൻ പാടില്ലല്ലോ. അങ്ങനെ മനസ്സിൽ വിചാരിച്ച ക്ലോത്ത് തന്നെ KMTന്ന് കിട്ടി. പിന്നെ അധിക ദിവസം ഇല്ലാത്തത് കൊണ്ട് തന്നെ മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. ടോപ്പിൻ്റെ ബോഡി പാർട്ടിൽ കുറച്ച് ബീഡ്സ് വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ബോഡി പാർട്ടിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആര്യ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആര്യ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ ഇതിപ്പോൾ അടുത്തൊന്നും കീറില്ല എന്ന് മനസ്സിലായത്. കുറച്ച് ദിവസം ഉണ്ടായതുകൊണ്ട് തന്നെ കസിനെ വിളിച്ചു. അവളും ഞാനും കൂടി പെട്ടെന്ന് ചെയ്തു തീർത്തു. ആകെ 5 ദിവസം കൊണ്ട് തന്നെ ആര്യ വർക്ക് ചെയ്തു തീർത്തു. അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ് ആരംഭിച്ചു. സ്റ്റിച്ചിങ് ചെയ്തു, ഹാങ്ങിങ്സ് വെച്ചു, ഷോളിൽ ആപ്ലിക് വർക്ക് ചെയ്തു. പിന്നെ സ്കേർട്ടൊന്ന് പൊന്തി നിൽക്കാനായി സ്റ്റിപ്പ് നെറ്റിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തു. സ്ലീവിൻ്റെ താഴെ ഹാങ്ങിങ്സ് തുന്നി, അതേപോലെ ഷോളിൻ്റെ താഴെയും ഹാങ്ങിങ്സ് പിടിപ്പിച്ചു. ഷോളും കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് കേട്ടോ. ഷോളിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഷോളിൽ കുന്തൽ സ്റ്റോൺ വെച്ചിട്ട് ഒരു ഫ്ലവർ മോട്ടീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പ്രെഡിങ് പോലെയാണ് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ ഈ ലുക്ക് ഇങ്ങനെ ആവണതിൻ്റെ പിന്നിൽ വേറൊരു കഥയും കൂടി ഉണ്ട്. അത് ഞാൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ്.